ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡിന് വേണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇൻ്റർ കണക്റ്റഡ് ആണ്. സ്പേസിൽ ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡും ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലറായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സൈനുസോയിഡലായി വാരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും സൈനുസോയിഡലായി വാരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും സ്പേസിൽ പെർപെൻഡിക്കുലറായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ രണ്ടു പേർക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞത് മാക്സ്വെല്ലാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും ഒരുമിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് മാക്സ്വെൽ തന്നെയാണ്. അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഇതാണ്: ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിസവും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഭാഗത്തു നിന്നും, രണ്ടും ഫിസിക്സിൻ്റെ തന്നെ രണ്ട് ബ്രാഞ്ചുകളാണ്, ഈ രണ്ട് ബ്രാഞ്ചുകളിൽ നിന്നും നമ്മൾ കണ്ടെത്തിയ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസിനെ മാക്സ്വെൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. ആ ഇക്വേഷൻസിന് വിളിക്കുന്ന പേരാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. എല്ലാ ഇക്വേഷൻസും നമുക്ക് അറിയാവുന്നത് തന്നെ. ഒന്നാമത്തേത് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ടതാണ്. അറിയാവുന്നതാണ് ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി അതേ ഗോസസ് ലോ തന്നെ നമ്മൾ മാഗ്നറ്റിസത്തിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്നാണ് ലഭിക്കുക. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ പല ചാപ്റ്ററുകളിലായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ശരിക്കും ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി എന്നാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഇവിടെ ഈ ഫാരഡേസ് ലോ, ലെൻസസ് ലോ, ഇതൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ലോയാണ്. ഫാരഡേസ് ലോ നമുക്ക് മാഗ്നിറ്റ്യൂഡും ലെൻസസ് ലോ നമുക്ക് ഡയറക്ഷനും, അതല്ലെങ്കിൽ കറണ്ട് ഏത് രീതിയിലാണ്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസോ ആണോ നമുക്ക് ലഭിക്കുക എന്നൊക്കെയാണ് ലെൻസസ് ലോ പറഞ്ഞു തന്നിരുന്നത്. ഫാരഡേസ് ലോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡുമാണ്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നമുക്ക് കിട്ടുന്നത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫാരഡേസ് ലോ അല്ലെങ്കിൽ ലെൻസസ് ലോയിലൊക്കെ. പക്ഷേ ഇവിടെ ലെഫ്റ്റിൽ കിടക്കുന്നത് എന്താ? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. ഇതെങ്ങനെ വന്നു? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ആർ, അതായത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡി വി എങ്ങനെ എഴുതാം? ഡി വി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ആർ എന്ന് എഴുതാം. ഇലക്ട്രിക് ഫീൽഡാണ്, ക്യാപിറ്റൽ ഇ ആണ്, ഇ ഇൻറ്റു ഡി ആർ എന്ന് എഴുതാം. ഇതിൽ വി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ചെറിയൊരു പൊട്ടൻഷ്യലാണ്. അപ്പോൾ വി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ വി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ എന്ന് എഴുതാം, ഡി എൽ എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഞാൻ ഇ എം എഫ് ആയിട്ട് എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇ എം എഫിനെ പറയുന്നത് എഴുതാം ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ എന്ന് വേണമെങ്കിൽ എഴുതാം. അതങ്ങനെയാണ് ഇവിടെ ഇ ഡോട്ട് ഡി എൽ, ഡി ആർ എടുത്തിരിക്കുന്നു, ഇവിടെ ഡി എൽ എടുത്തിരിക്കുന്നു, അത്രയേ വ്യത്യാസമുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഫാരഡേസ് ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു ഡി ഫൈവ് ബി ഡിവൈഡ് ബൈ ഡി ടി എന്നുള്ള ഇക്വേഷനൊക്കെയാണ്. ലെൻസസിൽ എടുക്കുകയാണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബി ഡിവൈഡ് ബൈ ഡി ടി ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് പകരം ഞാനിവിടെ ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് കാരണം ഇതാണ്, ഇ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ആർ ആണ്, ഡി വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ആർ ആണ്. വി കിട്ടണമെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, ഇ ഇൻറ്റു ഡി ആറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള ഈ പൊട്ടൻഷ്യലിന് പകരം, പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പകരം ഞാൻ ഇ എം എഫ് എടുത്തു, എത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ഡിവൈഡ് ബൈ ഡി ടി. ഇനി ഏറ്റവും അവസാനത്തേത് നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ച കാര്യമാണ്, ആംബിയർ മാക്സ്വെൽ സർക്യൂട്ട് ലോ. ഫൈ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ സി പ്ലസ് ഐ ഡി. അതിൽ ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ കറൻറ്റാണ്, ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റുമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റിക്സിലും ഒക്കെ ആയിട്ട് പഠിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ്. അപ്പോൾ മാക്സ്വെൽ പറഞ്ഞ കാര്യം ഓർത്ത് വെച്ചിരിക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിക്സും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈ രണ്ട് ബ്രാഞ്ചുകളുടെ കീഴിൽ നമ്മൾ പഠിച്ച കുറച്ച് ഇക്വേഷൻസിനെ അദ്ദേഹം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. അതിൽ എല്ലാ ഇക്വേഷൻസിനെയും നമുക്ക് ചേർത്ത് മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് വിളിക്കാം.